4. സയാമീസ് ഇരട്ടകൾ. ഒട്ടിച്ചേർന്ന് ജനിക്കുന്ന കുട്ടികളെ നാം സയാമീസ് ഇരട്ടകൾ എന്ന് വിളിക്കുന്നു. തായ്ലൻഡിൽ ജനിച്ച ചാങ്, എങ് എന്നീ സഹോദരങ്ങളിൽ നിന്നാണ് ഈ പേര് വന്നത്. ഇവരുടെ നെഞ്ചുകൾ തമ്മിൽ ഒട്ടിച്ചേർന്ന അവസ്ഥയിലായിരുന്നു. അക്കാലത്തെ വൈദ്യശാസ്ത്രത്തിന് ഇവരെ വേർപെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അവർ വിവാഹം കഴിക്കുകയും കുട്ടികളുണ്ടാകുകയും ചെയ്തു. ഇന്നത്തെ കാലത്ത് ശസ്ത്രക്രിയയിലൂടെ ഇത്തരം കുട്ടികളെ വേർപെടുത്താൻ സാധിക്കും. തലയോട്ടി തമ്മിൽ ഒട്ടിച്ചേർന്ന ക്രനിയോപാഗസ് എന്ന അവസ്ഥയും കാണാറുണ്ട്. ഇത്തരം ശസ്ത്രക്രിയകൾ വളരെ സങ്കീർണമാണ്. 5. ശരീരത്തിനുള്ളിലെ ശരീരം. ഫീറ്റസ് ഇൻ ഫീറ്റു എന്നത് അത്യപൂർവമായ ഒരു പ്രതിഭാസമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരട്ടക്കുട്ടികൾ വളരുമ്പോൾ അതിലൊന്ന് മറ്റേ കുട്ടിയുടെ ശരീരത്തിനുള്ളിൽ അകപ്പെട്ടുപോകുന്ന അവസ്ഥയാണിത്. ജനിച്ച കുഞ്ഞിന്റെ വയറ്റിലോ മറ്റു ഭാഗങ്ങളിലോ മുഴ പോലെ ഇത് കാണപ്പെടുന്നു. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് തിരിച്ചറിയുന്നത്. ശസ്ത്രക്രിയയിലൂടെ ഇത് നീക്കം ചെയ്യാൻ സാധിക്കും. ഇതൊരു ട്യൂമർ പോലെയാണ് വളരുന്നത്. 6. ട്രീ മാൻ സിൻഡ്രോം. ഈ രോഗം ബാധിച്ചവരുടെ ചർമ്മത്തിൽ മരത്തൊലി പോലെയുള്ള മുഴകൾ വളരുന്നു. കൈകളിലും കാലുകളിലും മരത്തിന്റെ ശാഖകൾ പോലെ ഇവ പടരുന്നു. ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതാണ് ഇതിന് കാരണം. ഇന്തോനേഷ്യയിലെ ഡെഡെക്കോസ്വാര എന്ന വ്യക്തിയിലൂടെയാണ് ഈ രോഗം ലോകശ്രദ്ധ നേടിയത്. ഇതിന് പൂർണ്ണമായ ഒരു ചികിത്സ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല.